കുന്നംകുളത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ മണ്ഡലത്തെ പുത്തൻ ഉണർവിലേക്ക് നയിക്കുകയാണ്. ഒപ്പം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അനിവാര്യതകളുടെ പട്ടികയിലൂടെ സാധ്യമാകുന്നത് മണ്ഡലത്തെ കൂടുതൽ കീർത്തിമുദ്രകൾക്ക് അർഹമാക്കുന്നുമുണ്ട്. അതിവേഗത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ഇവിടെ AC മൊയ്തീൻ MLA മുൻഗണന നൽകിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പേറിയ ധനകാര്യ സംവിധാനമാണ്, ബദൽ സംവിധാനമാണ് കിഫ്ബി. കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട്, വിഭവസമാഹരണം കൊണ്ട് മാത്രം അടിസ്ഥാന വികസനം സാധ്യമാവില്ല എന്ന് വന്നപ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി പ്രത്യേക നിധി എന്നുള്ള രീതിയിലുള്ള ആലോചന രൂപപ്പെട്ടത്. 1999 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ആലോചനയുണ്ടായത്. പക്ഷേ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പശ്ചാത്തല സൗകര്യം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമായ ഏറ്റവും സുശക്തമായൊരു ധനകാര്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കിഫ്ബി രൂപപ്പെടുന്നത്. കുന്നംകുളം നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കുന്നതിനായി ആവിഷ്കരിച്ച കുന്നംകുളം നഗര റോഡ് നവീകരണ പദ്ധതി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 63.13 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകൾ BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതും ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കുന്നംകുളം ടൗണിൽ പ്രവേശിക്കാതെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സഹായിക്കുന്ന ബൈപ്പാസ് നിർമ്മാണത്തിന് കിഫ്ബി 23.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ HSSന് പുതിയ കെട്ടിട സമുച്ചയത്തിനും ലബോറട്ടറി സൗകര്യങ്ങൾക്കുമായി ഏകദേശം 5 കോടി രൂപ അനുവദിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് HSS സ്കൂളിന്റെ നവീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രമായി 28 കോടിയോളം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കടവല്ലൂർ 5 കോടി രൂപ മുടക്കിയിട്ടുള്ള സ്കൂളും തയ്യൂര്, വേലൂർ, പഴഞ്ഞി, എരുമപ്പെട്ടി, കുന്നംകുളം ബോയ്സും ഗേൾസും ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ മരത്തങ്കോട് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളുകൾക്കുമൊക്കെ കെട്ടിടം നിർമ്മിച്ച് നൽകി കിഫ്ബി ഫണ്ട് വഴിയാണ്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം ഏകദേശം 28 കോടി രൂപ കിഫ്ബി വഴി കുന്നംകുളം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് കിഫ്ബി ഫണ്ടിൻ്റെ പ്രയോഗം വഴി കുന്നംകുളത്ത് സാധ്യമായത് എന്നുള്ളത്. എത്രയോ കാലമായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ പിണറായി വിജയൻ സർക്കാരിനായി അത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു.
കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബി വഴി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണത്തിനും ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾക്കുമായി ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിൽ വിവിധ ഘട്ടങ്ങളിലായി അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്ക് കിഫ്ബി പിന്തുണ നൽകുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വൻകിട ശുദ്ധജല പദ്ധതിയുടെ പ്രയോജനം ഈ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾക്കും ലഭിക്കുന്നു. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 14 കോടി രൂപയുടെ അനുമതിയായി. കുന്നംകുളം മത്സ്യ മാർക്കറ്റിന്റെ നവീകരണത്തിന് 4.5 കോടി രൂപ മുടക്കി. വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 16 കോടിയോളം രൂപ വരുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. റോഡ് വികസനത്തിനും ബൈപ്പാസ് നിർമ്മാണത്തിനുമായി മാത്രം ഏകദേശം 100 കോടി രൂപയിലധികം വരുന്ന പദ്ധതികളാണ് കുന്നംകുളത്ത് കിഫ്ബി വഴി നടപ്പിലാക്കി വരുന്നത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA മാർ വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതും ചിലത് പൂർത്തീകരിച്ചിട്ടുള്ളതും. അത്തരം ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരാൻ തുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. തീർച്ചയായും അത് കേരളത്തിന് അഭിമാനകരമായ ഒന്നാണ്. ആ പദ്ധതിക്കെതിരായി വർത്തമാനം പറഞ്ഞവരും പക്ഷേ അവനവൻ്റെ മണ്ഡലത്തിൽ ഈ പദ്ധതി വേണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വൻ വികസന കുതിപ്പാണ് കുന്നംകുളം മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.
കാർഷിക സമൃദ്ധിയും വ്യാവസായിക വളർച്ചയും ഒരുപോലെ ഒത്തുചേരുന്ന ചിറ്റൂർ നിയമസഭാ മണ്ഡലം സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിലാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാർഷിക മേഖലയുടെ നവീകരണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. സെൻട്രൽ പാലക്കാട് ജില്ലയുടെ ഭാഗമായ ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. കൃഷി, ജലസേചനം, റോഡ് സൗകര്യം എന്നിവയ്ക്കാണ് ഇവിടെ പ്രധാന പരിഗണന ലഭിച്ചിട്ടുള്ളതെന്ന് വിദ്യുച്ഛക്തി മന്ത്രിയും മണ്ഡലം MLAയും കൂടിയായ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വികസന രംഗത്ത് കിഫ്ബിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും വലിയ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചത്. ഞാൻ 80 തൊട്ട് MLA ആണ്. ഒരിക്കലും നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖാന്തരം ചെയ്യാൻ സാധിച്ചത്. ചിറ്റൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്ന് കുടിവെള്ള പദ്ധതിയാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി ഏകദേശം 137.40 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ പുരോഗമിക്കുന്നു. പഴയ പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിനും പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്കുമായി വലിയ തുക ചെലവഴിക്കുന്നുണ്ട്. ചിറ്റൂർ മേഖലയുടെ കാർഷിക അഭിവൃദ്ധിക്ക് ഈ ജലസേചന പദ്ധതികൾ വളരെ നിർണായകമാണ്. പെരുമാട്ടി പട്ടാഞ്ചേരി നല്ലപള്ളി സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 78.10 കോടി രൂപയും മൈക്രോ എഗെയിൻ പദ്ധതിക്കായി 20 കോടി രൂപയും വകയിരുത്തി. പ്രധാന ജലസേചന പദ്ധതിയായ മൂലേത്തറ ജലസേചന പദ്ധതിക്കായി 262 കോടി രൂപയും വടകരപ്പള്ളി റെഗുലേറ്റർ പദ്ധതിക്ക് 29 കോടി രൂപയും അനുവദിച്ചു. ചിറ്റൂർ പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള റൈറ്റ്സ് ബാങ്ക് കനാലിന്റെ നവീകരണത്തിനായി ഏകദേശം 52.28 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചിട്ടുണ്ട്. കനാലുകളുടെ ലൈനിംഗ് ജോലികൾ പൂർത്തിയാക്കുന്നതിലൂടെ ജലനഷ്ടം ഒഴിവാക്കാനും കൃഷിഭൂമികളിലേക്ക് കൃത്യമായി വെള്ളമെത്തിക്കാനും സാധിക്കും. ചിറ്റൂർ പുഴയിൽ മണക്കടവിൽ നിർമ്മിക്കുന്ന മണക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി 24 കോടി രൂപ വകയിരുത്തി. ഇത് ജലം സംഭരിക്കാനും കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും സഹായിക്കുന്നു. വിവിധ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനായി കനാലുകളുമായി ബന്ധിപ്പിച്ചുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളുടെ നവീകരണത്തിനും തുക ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ മലയോര മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ ചിറ്റൂർ മണ്ഡലത്തിലൂടെയുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ, പാലാഴി, നെന്മാറ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് ഈ പാത കടന്നുപോകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള പാലാഴി നെന്മാറ റീച്ചിനായി 38.92 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 12 മീറ്റർ വീതിയിൽ BM&BC നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. ഇത് അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിനും മലയോര മേഖലയിലെ കർഷകർക്കും വലിയ സഹായകമാകും. റോഡെടുത്താൽ കരിമണ്ണ് കുൽക്കപ്പാറ കള്ളിയമ്പാറ വയൽപ്പതി 22 കോടി, പൂനരങ്കണശ്ശേരി 10 കോടി, ചിറ്റൂർ പുഴപ്പാലം വിളയോടി 49, കമ്പിളിച്ചുങ്കം വത്തിക്കോട് 22 കോടി, മുത്തുസ്വാമി പുതൂർ 15 കോടി, പാറ പൊള്ളാച്ച് റോഡ് 20 കോടി, മലയോര ഹൈവേ 140 കോടി.
വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ നവീകരിച്ച് ഹൈടെക് നിലവാരത്തിലെത്തിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താൻ 5 കോടി രൂപ അനുവദിച്ചു. അത്യാധുനിക ലാബുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ സ്പോർട്സ് കോംപ്ലക്സിനായി 12 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. GVHS ചിറ്റൂർ കെട്ടിട നിർമ്മാണം 3 കോടി. GHSS കോഴിപ്പാറ 3 കോടി. GSHMS തത്തമംഗലം 3 കോടി. GHS പട്ടഞ്ചേരി കെട്ടിട നിർമ്മാണം 1 കോടി. GUPS നല്ലേപ്പള്ളി കെട്ടിടം 1 കോടി. GBUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി. GUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി. GHS നന്ദിയോട് കെട്ടിട നിർമ്മാണം 1 കോടി. BGHS വണ്ണാമുട കെട്ടിട നിർമ്മാണം 1 കോടി. GUPS കൊഴിഞ്ഞാമ്പാറ കെട്ടിടം 1 കോടി. ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് സ്പോർട്സ് കോംപ്ലക്സ് 12 കോടി. ആതുര സേവന രംഗത്ത് ചിറ്റൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനായി 70.15 കോടി രൂപയും ആകെ 952 കോടി രൂപയുടെ പദ്ധതികളാണ് ചിറ്റൂർ മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്നുവരുന്നത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രി 70.51 കോടി. മൂലത്തറ RBC 262 കോടി. വടകരപ്പള്ളി റെഗുലേറ്റർ 29 കോടി. പെരുമാട്ടി പട്ടഞ്ചേരി നല്ലേപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി 78 കോടി 10 ലക്ഷം. അതുപോലെ മൈക്രോ ഇറിഗേഷൻ 20 കോടി. കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ. ഇതാണ് കിഫ്ബിയെ കൊണ്ട് ചിറ്റൂരിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ വലിയ ഒരു നാഴികക്കല്ലാണ് കിഫ്ബിയെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. വികസന യാത്രയിൽ ചിറ്റൂർ മറ്റ് മണ്ഡലത്തേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് നിസ്സംശയം പറയാം. ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയും ജനകീയ പങ്കാളിത്തവും ഒത്തുചേരുമ്പോൾ ഇവിടെ വികസനത്തിൻ്റെ പുത്തൻ മാതൃകകൾ തീർക്കുകയാണ്.